ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഓക്കെ, തൊപ്പിയുടെ കൂടെ നടക്കുന്ന ആളുടെ കൂടെയുള്ള വീഡിയോ ഇവിടെ ഹസീന അച്ചായനെ എങ്ങനെ കണ്ടത്? പലർക്കും അതറിയാം. നമ്മളിപ്പോ ഉള്ളത് ആസ്റ്റർ മെഡിസിറ്റിയിലാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇതില് അച്ചായന്റെ അമ്മച്ചി കുറെ ദിവസമായിട്ട് ബ്ലഡ് ക്യാൻസർ ആയിട്ട് ഇവിടെ ICUലാണ്. അപ്പം ഇങ്ങനെ ഒരു ചാരിറ്റി വീഡിയോ ചെയ്യേണ്ട വരുമെന്നും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമെന്ന് ഒരിക്കലും വിചാരിച്ചല്ല. മൊത്തം എല്ലാം ഞാൻ സെറ്റിൽ ചെയ്യാന്നുള്ള മൈൻഡിൽ നിന്നതാ. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ഞാനും കൂടി ഇപ്പൊ ഇങ്ങനെ ഒരു ഇതിലായിപ്പോയി. അപ്പം പറ്റുന്നവരെല്ലാം ഹെൽപ്പ് ചെയ്യുക. താഴെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാം. പിന്നെ പറ്റുന്നവരെല്ലാരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക, എല്ലാരും ഒന്ന് സഹായിക്കുക. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഒരു എമൗണ്ട് ഇട്ട് ഹെൽപ്പ്. എന്റെ അമ്മ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞായിരുന്നോ? ആശുപത്രി അഡ്മിറ്റ് ആണ്. ഞാനിവിടെ ഉണ്ട്. ഇവരെല്ലാം ബ്ലഡ് ഒക്കെ തരാൻ വേണ്ടി വന്നാ. ഇങ്ങനെ പറഞ്ഞു നാളെ ബസ്സിലെ കല്യാണം പറയുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ടില്ലടാന്ന് പറഞ്ഞു. എന്നാലും എന്നോടൊന്ന് പറയാലോ. അങ്ങനെയൊന്നും എല്ലാരും നല്ലല്ലോ. അല്ല എന്നെ വിട്. തങ്കുവും പതിയും കട്ട കമ്പനി അല്ലായിരുന്നു. ഇൻഷാല്ലാ. ഓക്കെ. അപ്പൊ എനിവേ എല്ലാവിധ ആശംസകളും. ഗോഡ് ബ്ലെസ് യു. വീഡിയോ ഇടാത്ത ഇതിപ്പോ അതിന് എനിക്ക് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഓക്കെ, ഞാൻ അയാളുടെ വീഡിയോ ഇടാത്ത ഇതിപ്പോ അതിന് എനിക്ക് നെഗായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. നമ്മളൊരാളുടെ വീഡിയോ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാൻ അയാളുടെ വീഡിയോ ഇപ്പൊ ഇടുവാണെങ്കിൽ അയാളുടെ അമ്മേനെ സഹായിക്കുന്ന പറഞ്ഞ വീഡിയോ ഇട്ടാ അയാൾ ഒന്നാമതെ തൊപ്പിയുടെ കൂടെ നടക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ അയാളുടെ വീഡിയോ കയറിയിട്ടാ പിന്നെയും ഞങ്ങൾ തമ്മിൽ ഇതാണ് തൊപ്പിയുടെ കൂടെ നടക്കുന്ന ആളുടെ കൂടെയുള്ള വീഡിയോ ഇവിടെ ഇട്ട് അപ്പൊ ഇവർക്ക് തൊപ്പിയിൽ ഇതാണ് ഇഷ്ടമാണ് അങ്ങനത്തെ കുറെ കമന്റ് വരും. എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. പുള്ളിയുടെ കമ്പനിയുള്ള ആൾക്കാർ പുള്ളി അക്കൗണ്ടിൽ വീഡിയോ ഇട്ടിട്ടില്ലോ. അവന്റെ ഏറ്റവും ക്ലോസ് ഇതല്ലേ. അപ്പൊ അവൻ വീഡിയോ ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ വീഡിയോ ഇടാത്ത മോശം എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അത്രയും ക്ലോസ് ഉള്ള ആൾക്കാർ വീഡിയോ ഇട്ടില്ല. പിന്നെ നമുക്കൊരാളെ സഹായിക്കണമെങ്കിൽ നമ്മൾ വീഡിയോ ഇടേണ്ട ആവശ്യമൊന്നും ഇല്ല. എനിക്ക് സഹായിക്കണമെങ്കിൽ എനിക്ക് പൈസ കൊടുത്ത് സഹായിച്ചാൽ പോരെ. അത് ഞാൻ വീഡിയോ ഇട്ട് സഹായിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു മനുഷ്യന്റെ രണ്ട് മുഖങ്ങളാണ് ഇപ്പൊ രണ്ട് വോയിസിലൂടെ നിങ്ങൾ കേട്ടത്. എന്നോട് സംസാരിക്കുമ്പോൾ എന്തൊരു സ്നേഹം, മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അയാള് എന്തൊക്കെയല്ലേ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കും അവർക്കുമൊക്കെ മാത്രം അറിയാവുന്നതാണ്. എന്നെ സഹായിക്കേണ്ട വേണ്ട. പക്ഷെ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അയാൾക്ക് ഞാൻ പൈസയായിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എനിക്കൊന്ന് കാണിക്കാവോ? ഇന്നത്തെ ഡേറ്റിനല്ല, ഇതിന് മുമ്പോട്ടുള്ള ഒരു ഡേറ്റിൽ ഏതെങ്കിലും ഒന്ന് കാണിക്കണം. എന്നാലല്ലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. എനിക്ക് വീഡിയോ ഇട്ട് സഹായിച്ചില്ല, പക്ഷെ എനിക്ക് എന്തൊക്കെയോ തന്ന് സഹായിച്ചു എന്ന് എനിക്ക് സമാധാനിക്കാൻ, എനിക്ക് സ്വയം ഒന്ന് സമാധാനിക്കാനായിട്ട്. അവനും കണക്കാണ്, അവളും കണക്കാണ്. ഫസീന അച്ചായനെ എങ്ങനെ കണ്ടത്? പലർക്കും അത് അറിയുന്നില്ല. സ്വന്തം ഒരു പെങ്ങളെ പോലെ കണ്ട് അവളുടെ കമന്റ് ബോക്സിൽ തന്നെ തെറുക്കി അച്ചായൻ മറുപടി അതുപോലെ തെറി വിളിച്ച് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അവന്മാര് അച്ചായന്റെ അമ്മേനെ ചീത്ത വിളിക്കുമ്പോ അതിനൊച്ചപ്പാടുണ്ടാക്കാനും അവളുടെ പേരിന് വഴക്കുണ്ടാക്കാനും ഒക്കെ നടന്നിരുന്ന ഒരാളോട് അവള് ഈ ഒരു രീതിയിലാക്കി. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് കൂടി ആ വീഡിയോയിൽ പറയായിരുന്നു, ആ വോയിസിൽ. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് തൊപ്പി. ഇപ്പൊ തൊപ്പിക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെറുടെ ഒരു നല്ല എമൗണ്ട് വരുമാനം ലഭിക്കുന്നുണ്ടെന്നാണ് തൊപ്പി എന്നെ പറഞ്ഞത്. ഞാൻ ഏത് രീതിയും എന്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്യും. അതൊരു മകന്റെ കടമ എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷെ അവനെന്ന് പറയുമ്പോഴത്തേക്ക് അവന്റെ സുഹൃത്തിന്റെ അമ്മയാണ്. അവൻ ചിലപ്പം അവനക്ക് പറ്റുന്ന പോലെ അവൻ ചെയ്യും. അതിനപ്പുറത്തേക്ക് നമ്മൾ അവനെ പ്രഷർ ചെയ്യേണ്ട കാര്യമില്ല. അവന് ചിലപ്പം കോടികളുണ്ടാവാം, അല്ലെങ്കിൽ അവൻ്റെ 10 രൂപ ഉണ്ടാവാം. അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. വെച്ചിട്ട് രക്തമൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, അച്ഛായ തൊപ്പിയുടെ നമ്പർ ഒന്ന് തരുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഈ സമയത്തും എന്നെ ഒന്ന് തിരിച്ച് ഫോളോ ചെയ്യുമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ മനോഭാവം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ അമ്മ ആശുപത്രി കിടക്കുകയാണെന്നുള്ള ആ സീനൊന്നും നോക്കണില്ല. അപ്പൊ നമ്മുടെ ഫസ്മിന സാക്കീർ, അതായത് നമ്മുടെ ഫസിമോൾക്കെതിരെ നമ്മുടെ അച്ചായൻ ഇട്ടിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് തോന്നിയത്? അതായത് എനിക്ക് ഇതിനകത്ത് തോന്നിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ അച്ചായന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അച്ചായന്റെ അമ്മ ഇപ്പൊ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അതായത് പുള്ളിക്കാരി അത്യാവശ്യം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അസുഖത്തിൽ കൂടെയാണ് കടന്നു പോയത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനകത്ത് ഫസി സഹായിച്ചില്ല എന്നുള്ള രീതിക്ക് ഈ അച്ചായൻ ഇട്ടേക്കുന്ന ഒരു വീഡിയോ ആണ് അത്. അപ്പൊ ഫസിയുടെ തന്നെ 2 ഫേസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ അതിനകത്ത് ഇട്ടേക്കുന്നത്. അപ്പൊ എനിക്ക്
ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഇതിനകത്ത് എവിടെയും ഈ ഫസിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ അത് കണ്ടിട്ട്. കാര്യം പുള്ളിക്കാരി എന്താണ് പറയുന്നത്, പുള്ളിക്കാരി പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ഇങ്ങനെ ഒരു വിഷയത്തിനകത്ത് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, അതായത് ചാരിറ്റി പരമായിട്ടൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നെയും തൊപ്പിയായിട്ടുള്ള ചർച്ചകൾ വരും. തൊപ്പിയും ഫസിയും ഒക്കെ കൂടെ ഒത്തുചേർത്തിട്ട് ആൾക്കാർ ഓരോന്നൊക്കെ പിന്നെയും പറയാൻ തുടങ്ങും. അതുകൊണ്ട് അതിന് എനിക്ക് താല്പര്യമില്ല എന്നല്ലേ ഫസി പറയുന്നത്. അതിനകത്ത് എവിടെയാണ് നമുക്ക് ഫസീനെ തെറ്റ് പറയാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുള്ള കേട്ടോ. അപ്പൊ അച്ചായൻ എന്താണ് ഇതിൽ കൂടെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണാവോ? പുള്ളിക്കാരൻ്റെ അമ്മ അങ്ങനെ ഒരു അവസ്ഥേനകത്ത് കിടക്കണേണ്. അപ്പോഴാണ് പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട് ഈ ഫസിയുടെ 2 ഫേസ് ഉണ്ടെന്നൊക്കെ ഉള്ളത് പ്രൂവ് ചെയ്യാൻ നടക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ എന്ത് ലോജിക്ക് ഉള്ളതെന്നൊന്നും എനിക്ക് മനസ്സിലാവുള്ള. പിന്നെ പുള്ളി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഇപ്പൊ തൊപ്പിയുടെ കേസ് വന്നപ്പോഴത്തേക്കും അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. തൊപ്പിയുടെ കേസ് വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ എന്തെന്നാ പറയുന്നത്, അതായത് അവന്റെ അമ്മയല്ല എൻ്റെ അമ്മയാണ്, അപ്പൊ എൻ്റെ അമ്മേനെ നോക്കേണ്ടത് ഞാനാണ് എന്ന് പറഞ്ഞ ആള് ഫസിയുടെ കേസ് വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ എന്തെന്നാ പറയുന്നത്, അപ്പൊ പുള്ളി നേരെ തിരിഞ്ഞു. അപ്പൊ ഫസി സഹായിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നു. ഈ ഒരാളെ സഹായിച്ചിട്ടില്ല എന്ന് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? അതായത് ഇന്നാള് എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും വന്നപ്പോഴത്തേക്കും സഹായിച്ചിട്ടില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? കാര്യം അവനവൻ്റെ ഇഷ്ടമാണ് അവനവൻ സഹായിക്കണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഒരാളോട് പറയാൻ പറ്റില്ല. നിങ്ങൾ എന്തായാലും സഹായിച്ചിരിക്കണം അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും ഒരാളോട് പറയാൻ പറ്റില്ല. കാര്യം അത് ചാരിറ്റി എന്നൊക്കെ പറയുന്ന കാര്യം ഞാൻ ഒരിക്കലും ഒരാളോട് പറയില്ല എല്ലാവരും ചാരിറ്റി ചെയ്തിരിക്കണം, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. നമ്മുടെ കയ്യിൽ അത്യാവശ്യത്തിന് പൈസയുണ്ട്, നമ്മുടെ എല്ലാ ആവശ്യവും കഴിഞ്ഞിട്ട് ബാക്കി വല്ല പൈസ ഉണ്ടെങ്കിൽ അത് നമ്മൾ സഹായിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാണ്ട് നമ്മുടെ കയ്യിലുള്ള എല്ലാം വിറ്റ് പറക്കി നമ്മൾ സഹായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മൂഞ്ചി തെറ്റി പോവുള്ളൂ. അതിൻ്റെ യാതൊരു ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസി സഹായിച്ചിട്ടില്ലെങ്കിൽ അതിന് ഫസിയുടേതായ കാരണങ്ങളുണ്ടാവും. പുള്ളിക്കാരിക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ സഹായിക്കാൻ തോന്നിയിട്ടുണ്ടാവില്ല. ഇതെല്ലാം പുള്ളിക്കാരിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ എങ്ങനെയാണ് അച്ചായന് വന്നിട്ട് പറയാൻ പറ്റുന്നത് ഫസി സഹായിച്ചിട്ടില്ല? അങ്ങനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത്? അത് അവനവരുടെ ഇഷ്ടമല്ലേ. ആ ഒരു പോയിന്റ് ഫസി നമ്മുടെ അച്ചായൻ തൊപ്പിയുടെ കേസ് വന്നപ്പോഴത്തേക്ക് ആ ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ടായി പുള്ളിക്കാരൻ ആ ഒരു പോയിന്റ്. അതാണ് ശരിക്കും കറക്റ്റ് കാര്യം. പക്ഷെ ആ പുള്ളി തന്നെയാണ് ഇപ്പൊ വന്നിട്ട് ഫസി ചീത്തയാണെന്നുള്ള രീതിക്ക് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതിനൊക്കെ എന്ത് ലോജിക്ക് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പൊ എനിക്ക് അത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അനാവശ്യമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അച്ചായൻ ഈ ഒരു വിഷയത്തിനകത്ത്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ കമന്റ്. പിന്നെ ഈ ഒരു വിഷയത്തിനകത്ത് ഞാൻ ഫസിയുടെ കൂടെ ആയിട്ടാണ് നിൽക്കുന്നത് എന്നും പറഞ്ഞിട്ട് ആ കല്യാണ വിഷയത്തിനകത്ത് ഞാൻ ഫസിക്കെതിരാണ്, അത് വേറെ കേസ്. അപ്പൊ അതേപോലെ തന്നെ ഫസിയായിട്ടുള്ള വേറൊരു ഇത് നമ്മൾ നോക്കണമെങ്കിൽ ഇതിന്റെ ഒരു മുന്നേ ഒരു വിഷയം ഉണ്ടായതെന്ന് പറഞ്ഞാൽ മറ്റേ കല്യാണത്തിനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വന്ന ഒരു വിവാദം. അപ്പൊ അതും കൂടി ഈ ഒരു വീഡിയോനകത്ത് എന്തായാലും പറഞ്ഞേക്കാം, നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ ആ ഒരു വിഷയത്തിനകത്ത് മെയിനായിട്ടും എന്താണ് എല്ലാവരും പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗെയിം കളിച്ച് അതുവഴി കാശുണ്ടാക്കിയിട്ട് കല്യാണം നടത്തിക്കുക. അതായത് കല്യാണ വീഡിയോ ആണ്, അതിൻ്റെ ഇടയിൽ പോലും ഈ ഗെയിമിന്റെ പ്രൊമോഷൻ കുത്തിക്കയറ്റി അവസാനം അവിടെ പോലും ഈ ഒരു ഗെയിമിനോടുള്ള ഒരു സംഭവമൊക്കെ കാണിച്ച്, അതായത് ഈ ഗെയിം എന്ന് പറഞ്ഞതിന്റെ പരിപാടി എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ബെറ്റിങ്, അതേപോലെ കളർ പ്രഡിക്ഷൻ, അതേപോലത്തെ സംഭവമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇതൊക്കെ കളിച്ച് കാശ് പോകുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെ കാശ് പോകുന്ന ആൾക്കാരുടെ ആ ഒരു ആൾക്കാർ ഉണ്ടെന്ന് നമുക്കറിയാലോ. കാര്യം നമ്മൾ ഈ ഒരു സൊസൈറ്റിനകത്താണ് ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനകത്ത് പോലും ഇതേപോലുള്ള ഗെയിമുകൾ പിന്നെയും പ്രൊമോട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെ ഇപ്പൊ വെറുതെ ചുമ്മാ നിങ്ങളെ കണ്ട് ട്രോളി 2 ചീത്ത വിളിച്ചിട്ട് പോകുന്ന ആൾക്കാരെ കേസല്ല ഞാൻ പറയുന്നത്. നിങ്ങളെ ജെന്യുവിനായിട്ട് കാണുന്ന ആൾക്കാര്, അങ്ങനെയുള്ളവരായിരിക്കും നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഇതേപോലുള്ള ആപ്പുകളൊക്കെ എടുത്ത് നോക്കുന്നത്. അങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ട് ഇവരിത് കളിക്കും. ചിലപ്പോൾ ആദ്യമൊക്കെ ഇവർക്ക് കാശ് കിട്ടും, പിന്നെ ആകുമ്പോഴത്തേക്ക് ഇവരെ കയ്യിൽ നിന്ന് കാശ് പോകാൻ തുടങ്ങും. ഈ പോയി കഴിയുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെയും കളിച്ച് ആ കാശ് തിരിച്ചെടുക്കാനായിട്ടുള്ള ഒരു പ്രവണത വരെയും അതുവഴി പിന്നെയും കാശ് പോയി ലാസ്റ്റ് ഒരു ആത്മഹത്യയും അതേപോലത്തെ പരിപാടിനകത്തേക്ക് പോകും. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിനകത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെയുള്ള ഗെയിമുകളൊക്കെ പ്രൊമോഷൻ ചെയ്യരുത് എന്നിങ്ങനെ ഓരോരുത്തരെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ അടക്കം എന്നുള്ളവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പോഴും മനസ്സിലാക്കാണ്ട് ഇവരൊക്കെ ഇപ്പോഴും ഇതിന്റെ പ്രൊമോഷൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ എനിക്ക് അത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. പിന്നെ പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് കാശ് കിട്ടുന്ന കേസാണ്, അതെന്തായാലും ഒരു സൈഡിൽ. പക്ഷേ ഇതിന് ഇങ്ങനെ ഒരു സൈഡും കൂടി ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ പിള്ളേർക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.